ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ്. ഞാനിന്ന് ചെയ്യുന്ന എൻ്റെ സോളോ റൈഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ദിവസം അഗുമ്പയിൽ നിന്ന് ആദ്യം മഞ്ഞെല്ലാം മൂടിക്കണ അഗുമ്പയുടെ വഴികളിൽ കൂടെ രാവിലെ ശൃംഗേരി അമ്പലത്തോട്ട് യാത്രയാണ്. ശൃംഗേരി ഒരു 26 കിലോമീറ്റർ ഉണ്ട്. അഗുമ്പെ ഇതെല്ലാം തന്നെ ഷിമോഗ ജില്ലയിൽ വരുന്നതാണ്. പതിയെ സൂര്യമനുസരിച്ച് ഫോഗ് മാറി തുടങ്ങി. വഴികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോറി ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന വീതിയുള്ളൂ. പക്ഷേ വലിയ തിരക്കില്ല. രാവിലത്തെ സ്കൂൾ ബസ്സുകളുടെ തിരക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് തിരക്കുമ്പോൾ ലോറികളും ഒക്കെ തന്നെയുള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം മഴക്കാടുകളിൽ കൂടെ പോകുന്നത്. പിന്നെ 1-2 വില്ലേജുകളിൽ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ശൃംഗേരി ടൗണിലോട്ട് വരുന്നത്. ഈ പശുവൊക്കെ റോട്ടിൽ തന്നെ നിൽക്കും, വേണമെങ്കിൽ അവൻ മാറിപ്പോക്കണം, അത് വേറെ കാര്യം. ഇത് കർണാടകയിലെ ഒരു ട്രഡീഷണൽ വീടാണ്. ഒരു കൃഷിയൊക്കെ ഉള്ളൊരു മുതലാളിയുടെ വീട്, 2 തട്ടിലായിട്ടുള്ള. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീട്. ഇതിനെവിടേക്ക് സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ കൃഷി ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ അവർ നെല്ലും അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 11 മണി വരെ വലിയ കൂൾ ക്ലൈമറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂട് തുടങ്ങുന്നത്. പിന്നെ കർണാടകയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് വയർക്കില്ല. ഇവിടുത്തെ തീരം കുറച്ച് 30-32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ ഈ ഏപ്രിൽ മാസത്തിൽ. പിന്നെ വളവുകളെല്ലാം തന്നെ അവർ അയൺ റോഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ചെറിയ ചെറിയ കട്ടറുകളുണ്ടെങ്കിലും റോഡ് ബൈക്കായതുകൊണ്ട് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 26 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു 70-74 കിലോമീറ്റർ കഴിഞ്ഞാൽ ചിക്കമംഗ്ലൂർക്ക് പോകാൻ നമുക്ക്. വഴിയിലാണെങ്കിൽ കരിക്കും അതുപോലെ ചായ, മറ്റുള്ള പലഹാരങ്ങൾ, പിന്നെ ഒരു മാൽക്കുടി കഫേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. നല്ല ആളുകളാണ് പുതിയ പെരുമാറാൻ വേണ്ടി. ചില സ്ഥലത്ത് റോഡ് അവർ പൊളിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ റോഡ് വളവെല്ലാം വീതി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ 26 കിലോമീറ്റർ സഞ്ചരിച്ച് ശൃംഗേരി ചെന്നിട്ട് അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും ശൃംഗേരിയിൽ നിന്ന് അഗുമ്പയിൽ വന്നു. എന്നിട്ടാണ് 95 കിലോമീറ്റർ കൊല്ലൂർക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ RX സെൻ്റർ ആയതുകൊണ്ട് ഓയിൽ എക്സ്ട്രാ കയ്യിൽ കരുതിയിരുന്നെങ്കിലും മെയിൻ യൂസിൽ എല്ലാ ഇന്ത്യൻ പമ്പിലും ഓയിലിന് സാഷ് അവൈലബിൾ ആയിരുന്നു. കാരണം 2 സ്റ്റോപ്പിലെ ഓയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശൃംഗേരി ടൗണിലെത്തി. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അമ്പലമായി. അമ്പലം കണ്ടു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഒരു തുങ്കഭദ്ര നദിയുണ്ട്. അവിടെ വലിയ വലിയ മീനുകളെ കാണാം. തിരിച്ച് അഗുമ്പയിൽ വന്നു, വെക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് മൂകാംബിക്ക് 95 കിലോമീറ്റർ. കൊല്ലൂരെത്തി സന്ധി. ഇനിയിപ്പോൾ താമസിക്കേണ്ട സ്ഥലം നോക്കണം. നാളെ രാവിലെയാണ് രഥോത്സവം. ആദ്യമായിട്ടാണ് രഥോത്സവം കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ലാണ്. വൈകുന്നേരം കൊല്ലൂർ നല്ല തണുപ്പാണ്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.